അധ്യാപികയുടെ ഒറ്റ ചലഞ്ചിലൂടെ മൊബൈലിനോട് നോ പറഞ്ഞ് വിദ്യാർത്ഥികൾ. കുതുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ KP അമൃതയാണ് നോ മൊബൈൽ ചലഞ്ചിലൂടെ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മൊബൈലിന്റെ ലോകത്തു നിന്ന് മുക്തരാക്കിയത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കയ്യടി നേടിയതോടെ ഈ ചലഞ്ച് മറ്റു ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. വണ്ടി വലിച്ചോ ഐലസ, വണ്ടി പോട്ടെ ഐലസ. ഓക്കെ, വെരി ഗുഡ്. നല്ല മക്കളാന്നല്ലോ. എല്ലാരും മൊബൈലിൽ കളിക്കലില്ലേ? എന്തൊക്കെയാ കളിക്കല്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഷോർട്സ് കാണും, പിന്നെ വീഡിയോ, യൂട്യൂബ് വീഡിയോ. ഓക്കെ, ആരെങ്കിലും ഗെയിം കളിക്കലുണ്ടോ? ഇല്ല. മയൂഗ് കളിക്കലുണ്ടല്ലേ? മയൂഗിന് മാത്രമേ ഗെയിം അറിയൂ, വേറെ ആർക്കും അറിയില്ല? ഓ, എല്ലാവർക്കും അറിയാലോ. ആഹാ, ഇപ്പൊ കുറേ ആൾക്കാരായി അല്ലേ? ഇപ്പം നമ്മുടെ ചുറ്റുപാടും കുട്ടികൾക്ക് മൊബൈൽ ഫോണിനോട് എന്തുമാത്രം അഡിക്ഷനാണുള്ളതെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അപ്പം എനിക്ക് തന്നെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായത് വെച്ചാൽ, ഞാനൊരു ദിവസം ബസ്സിൽ പോകുമ്പം പുറത്തെ കാഴ്ചകളൊന്നും കാണാതെ ഒരു കുട്ടി മൊബൈലിൽ നോക്കിയിരിക്കുന്ന കണ്ടു. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണേ, മൊബൈലിൽ നോക്കിയിരിക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നെ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടിയായിരുന്നു നോക്കി. ഒരു 4-5 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടി എത്രമാത്രം അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായത്, ഞാൻ ഇപ്പോൾ വീട്ടിൽ കൂടുതൽ കല്യാണം അങ്ങനത്തേനൊക്കെ പോകുമ്പോൾ, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. അതിന് പകരം എല്ലാ കുട്ടികളും ഓരോ മൂലയ്ക്ക് അവരുടെ പേരൻസിൻ്റെ ഫോണും കൊണ്ട് പോയിട്ട് ഇരുന്നിട്ട് അതിനകത്ത് കളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഞാൻ ക്ലാസ്സിലാണെങ്കിലും കുട്ടികൾക്ക് ഈ അറ്റൻഷൻ കിട്ടുന്നില്ല. കുറച്ച് സമയം ക്ലാസ്സിൽ ശ്രദ്ധിക്കും, പിന്നെ പെട്ടെന്ന് അവരെ അറ്റൻഷൻ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഇങ്ങനെ ഒരു ഇത് പറ്റുമോ, നമുക്ക് നോ മൊബൈൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയം മൊബൈൽ നോക്കിയെന്ന് വിചാരിക്കുക, എന്നാ പറ്റുമോ നീരത്? റമീസ്, കണ്ണിന് വേദനയാവും അല്ലേ? പിന്നെ കഴുത്തിനെന്തോ പറ്റുമല്ലോ. ആ, കഴുത്തൊക്കെ ഇങ്ങനെ ആയിപ്പോവും അല്ലേ? നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് കളിക്കേണ്ട കുട്ടികളല്ലേ? പക്ഷെ നിങ്ങൾ അധികം എന്നാ ചെയ്യല്? ഫോണ് നോക്കലുണ്ടല്ലേ? ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാണോ കഴിക്കല്? ഫോണ് നോക്കിയിട്ടല്ലേ അല്ലേ? അപ്പൊ എന്താ പറ്റുക? എന്തെല്ലാം വയറ്റ് പോന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? ഞാനൊരു ചലഞ്ച് വെക്കട്ടെ. ഒരു നോ മൊബൈൽ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഒരാഴ്ച നോക്കാം ആരെല്ലാണ് മൊബൈൽ നോക്കാണ്ടിരിക്കുന്നത്. ഒരാഴ്ച നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ. അപ്പം ഞാൻ ഒരാഴ്ച വരെ ആരും മൊബൈൽ നോക്കിയില്ലെങ്കിൽ ഒരു സമ്മാനം തരും. വേണ്ടേ? സമ്മാനം വേണ്ടേ? അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം ചിലപ്പോൾ മൊബൈൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നൂലേ, നോക്കണം തോന്നൂലേ? ഇല്ല അല്ലേ? എന്നാൽ ശരി, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നല്ല മക്കളാണ്. ഇന്ന് മുതൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കോളെല്ലാം വരുമായിരിക്കും അല്ലേ? അപ്പം നോക്കണ്ടേ? അന്നേരം നോക്കിക്കോ. അല്ലാത്ത സമയത്ത് മൊബൈലിൽ ഗെയിമോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും വീഡിയോസ്, ഷോർട്സ് അങ്ങനത്തെ ഒന്നും കാണാണ്ടിരിക്കുവോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട്. ഒരാഴ്ച വരെ നിങ്ങൾ മൊബൈൽ ഒന്നും എടുത്തില്ലെങ്കിൽ ഒരു സമ്മാനം തരും. ഒരാഴ്ച ഒരു പരീക്ഷണം എന്നുള്ള നിലയിലായിരുന്നു ഞാൻ ഈ നോ മൊബൈൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ കുട്ടികളുടെ അടുക്കൽ നിന്നാണെങ്കിലും പേരൻസിൻ്റെ അടുക്കൽ നിന്നാണെങ്കിലും വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ തന്നെ അവർക്ക് അത് കൂടുതലൊരു മോട്ടിവേഷനായി. ഞാൻ പറഞ്ഞു ഇനിയും
നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ സമ്മാനങ്ങളൊക്കെ തരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇപ്പോൾ മൊബൈൽ വേണ്ടേ വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരുടെ തന്നെ അതിൻ്റെ ദോഷം എന്താണെന്നൊക്കെ ഉള്ളത് വരുത്തിപ്പിച്ചിട്ട് അവർ തന്നെ ഇപ്പോൾ എന്നോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയും ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് വേറൊരു കുട്ടി മൊബൈലിൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവന് ആ കുട്ടിയോട് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ വേറൊരു കുട്ടി പറഞ്ഞത്, അവനൊരു കടയിൽ പോയപ്പോൾ ഒരു കുട്ടി മൊബൈലിൽ നോക്കി ഇരിക്കുന്നത് കണ്ടു, അതൊക്കെ മോശമല്ലേ ടീച്ചറെ എന്നൊക്കെ എന്നോടിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാലം മക്കൾ ചെയ്തത് മോശമായിരുന്നു, ഇപ്പം മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. ടീച്ചർ പറഞ്ഞ് ഫോണ് കണ്ടിട്ടില്ലെങ്കിൽ സമ്മാനം കിട്ടൂ പറഞ്ഞ്. പിന്നെ ടീച്ചർ എന്നോട് കളിക്കാനൊക്കെ പറ്റും. മുമ്പേ കളിക്കലുണ്ട്. ഇപ്പം ടീച്ചർ പറഞ്ഞിന് ഫോൺ ചലഞ്ച് വെച്ചിന്, അതുകൊണ്ട് ഇപ്പം കളിക്കലില്ല. സമ്മാനം കിട്ടും. ടീച്ചർ ഇപ്പോൾ സ്കൂളിൽ മൊബൈൽ ചാലഞ്ച് ചെയ്തപ്പോൾ മക്കൾക്കുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറയാതെ തന്നെ അവർ ഫോൺ അവിടെ എടുക്കുന്നില്ല. മറ്റൊന്നാണ് വീട്ടിൽ വന്ന് ആദ്യം തന്നെ ഫോൺ വേണമെന്ന് പറയും. ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊരു വാശിയും ദേഷ്യവും ഇണ്ടാതെ പോയിരിക്കുക. ഇപ്പം തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ കളിക്കണ്ടേ എന്നുള്ള ചിന്തയിലാണ് വരുന്നത്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അത് പറഞ്ഞുകൊണ്ട് അവർക്ക് ദേഷ്യമൊന്നുമില്ല. അവർക്ക് കാര്യം പറയുമ്പോൾ തന്നെ ഫോണ് കാണുമ്പോൾ ഇങ്ങനെ നോക്കിയാലും വേണ്ടാന്ന് സ്വയം തന്നെ തോന്നുന്നത്. നമ്മൾ വീട്ടിൽ മറ്റെപ്പോഴും ഫോൺ വെക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് പറയേണ്ടി വരുന്നില്ല. ടീച്ചർ അത് ചെയ്തുകൊണ്ട് അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോണ് നിർത്തി. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ മോനും. ഫോണൊക്കെ ആദ്യം കാണുന്ന കൂട്ടത്തിലായിരുന്നു. ഫോണ് പിടിച്ച് വാങ്ങി വെച്ചേക്കുമ്പോൾ ദേഷ്യവും കരച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് സങ്കടമാവും. അപ്പോൾ കുറച്ച് നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ ടീച്ചർ ഇതുപോലെ ചാലഞ്ച് വെച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് കുട്ടിക്കുണ്ടായിട്ടുള്ളത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ടീച്ചർ പിന്നെ കുട്ടീനെ അമ്മ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങൾ കളിക്കുക, ബാറ്റിനെ കൊണ്ട് ഓലനെ കൊണ്ടുള്ള മടലൊക്കെ ഉണ്ടാക്കി അതിനെ കൊണ്ട് ബാറ്റിന് വേണമെന്ന് പറയുക, പിന്നെ ഓലനെ കൊണ്ട് ബോൾ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുക. അങ്ങനെയുള്ള പഴയ രീതിയിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കുട്ടിക്കുണ്ടായിട്ടുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതിനായിട്ട് തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുക, ആരെങ്കിലും ഫോൺ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ പഴയ കളികളെല്ലാം കളിക്കാൻ തുടങ്ങി. ഈർക്കിളി അതിൻ്റെ കളി ഞാനും കൂടുതലുണ്ട് കളിക്കാൻ. ഞാൻ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അമൃത ടീച്ചർ എടുത്തു പറയേണ്ടതുണ്ട്. 1ാം ക്ലാസ്സിൽ ഇതേതായാലും 100% സക്സസ് ആയി. ഇനി 2ലേക്കും 3ലേക്കും 4ലേക്കും LP വിഭാഗത്തിലേക്ക് ഇതൊന്ന് ചെയ്തു നോക്കാൻ ഞാൻ മറ്റ് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറുടെ ഈ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള തീരുമാനം വളരെ നല്ലതാണ്. പിന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം കുട്ടികളുടെ മുന്നിൽ തോറ്റിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ നിന്ന് തന്നെ ഫോണ് വേണ്ട എന്നൊരു അഭിപ്രായം കുട്ടികളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഒരു നല്ലൊരു മെസ്സേജ് കൂടിയാണ് ടീച്ചർ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ പാസ് ചെയ്തത്.